താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പനി ബാധിച്ച് കുട്ടി മരിച്ചതിൽ ആശുപത്രിക്കെതിരെ കുഞ്ഞിന്റെ അച്ഛൻ കുട്ടിയുടെ ആരോഗ്യനില മോശമാണെന്ന് അറിയിച്ചപ്പോൾ ജീവനക്കാരി കയർത്തുവെന്നും മതിയായ ചികിത്സ ലഭിച്ചിരുന്നുവെങ്കിൽ മകൾ ജീവിച്ചിരിക്കുകയായിരുന്നുവെന്നുമാണ് അച്ഛൻ സനൂപ് പ്രതികരിക്കുന്നത്. സോഡി ഇട്ടപ്പോഴാണ് കൈ 5 പ്രാവശ്യം തട്ടിയിട്ട് കുട്ടി ഈ ഫിക്സിന്റെ അവസ്ഥയിലോട്ട് പോയത്. ഇല്ല, ഡിലേ ആയിട്ടുണ്ട്. കുട്ടി രക്ഷപ്പെടുമായിരുന്നു ഉണ്ടായേനെ. ഇപ്പോൾ ഒരു സാധാരണ പനിയായിട്ടാണ് ഞങ്ങൾക്ക്. പക്ഷെ പനിച്ചങ്ങനെ കിടന്നില്ലല്ലോ. തലേദിവസം കിടന്ന് പിറ്റേ ദിവസം 24 മണിക്കൂർ പോലും ആയില്ലല്ലോ. കുഞ്ഞിന്റെ ബന്ധുവിന്റെ പ്രതികരണമാണ് കേട്ടത്. അച്ഛന്റെ പ്രതികരണത്തിലേക്ക് ഒന്ന് കുട്ടീനെ ഈ അവസ്ഥ കണ്ടിട്ട് ഒന്ന് ട്രിപ്പ് ഇട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവർ ഷൗട്ട് ചെയ്തെന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ഇത് എപ്പോഴും ഇങ്ങനെ കയറ്റാനുള്ള സാധനമല്ല എന്നൊക്കെ പറഞ്ഞെന്നാണ് പറഞ്ഞത്. അവർ തീരെ ശ്രദ്ധിച്ചില്ല എന്നാണ്. ഇവർ 2-3 പ്രാവശ്യം പോയി വിളിച്ചു. ഞാൻ എന്നെ വിളിക്കുമ്പോഴൊക്കെ ഞാൻ അയാളുടെ പോയി ഒന്ന് വിളിക്കി നോക്കാൻ പറയുന്നത്. അപ്പോൾ ഇയാൾക്ക് പോകാൻ പേടിയൊന്നാണ്. പിന്നെ പോയപ്പോഴൊക്കെ അവർ ഒരു മൈൻഡ് കൊടുക്കാത്ത രീതിയിൽ പെരുമാറി എന്നാണ് പറഞ്ഞത്. ഇവിടെ എത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ആ ശരീരത്തിലൊന്നും ചെയ്യാനില്ല, കഴിഞ്ഞിട്ട് അവിടെ എത്തിയെന്ന് പറഞ്ഞു. അത് ഹോസ്പിറ്റലിലെ അനാവസ്ഥയാണെന്നാണ്. അവർ ശ്രദ്ധിച്ചില്ല, കുട്ടീനെ ശ്രദ്ധിച്ചില്ല എന്നാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമുക്ക്. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായിട്ട്. ഷഹീദ്, ഇപ്പോൾ അച്ഛൻ പറയുന്ന അങ്ങനെ ശ്രദ്ധിച്ചില്ല അല്ലെങ്കിൽ കയർത്ത് സംസാരിച്ചു എന്നൊക്കെയാണ് പറഞ്ഞതാണ്. അപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നോ? അദ്ദേഹത്തിന് നേരിട്ടാണോ ഈ അനുഭവം ഉണ്ടായത്, അതോ കുഞ്ഞിൻ്റെ അമ്മയും അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെയാണോ ഈ ആശുപത്രിയിൽ നിന്ന് ഇങ്ങനെ ഒരു മോശം അനുഭവം ഉള്ളതായി പറയുന്നത്? ദിവിഷ, താമരശ്ശേരി താമസിക്കുന്ന സനൂപിൻ്റെ മകൾ 9 വയസ്സുകാരി അനയ ഇന്നലെയാണ് മരിച്ചത്. അനയ ഇന്നലെ രാവിലെയാണ് പനിയെ തുടർന്ന്, സ്വാഭാവികമായ നേരിയൊരു പനിയുണ്ടായിരുന്നു, പനിയെ തുടർന്ന് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വേണ്ടത്ര രീതിയിലുള്ള പരിഗണന, ഒരു പനി, സാധാരണ പനി എന്നുള്ള പരിഗണന മാത്രമേ ആശുപത്രിയിൽ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ പരിശോധിക്കാനൊക്കെ വൈകി. പിന്നീട് ഈ ആരോഗ്യസ്ഥിതി മോശമാകുന്നു എന്ന് ഈ കുട്ടിയുടെ അമ്മയായിരുന്നു അവിടെ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു, കുട്ടിക്കൊപ്പം ഉണ്ടായിരുന്നത്. ആശുപത്രി അധികൃതരോട് പറഞ്ഞപ്പോഴൊക്കെ ജീവനക്കാർ കയർത്തു സംസാരിച്ചു. ഇത് ഈ രീതിയിലൊക്കെ തന്നെയാണ്, കൃത്യമായ ചികിത്സ ഇവിടുന്ന് ലഭിച്ചോളും എന്നൊക്കെ പറഞ്ഞു സംസാരിച്ചു. പിന്നീടാണ് കുട്ടിയുടെ സ്ഥിതി അതീവ മോശമാവുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. പിന്നീട് ഡ്രിപ്പ് നൽകി. പക്ഷേ ഡ്രിപ്പ് പകുതിയായപ്പോഴേക്ക് തന്നെ, അല്ലെങ്കിൽ അല്പസമയം കഴിഞ്ഞപ്പോഴേക്ക് തന്നെ കുട്ടി ആരോഗ്യസ്ഥിതി മോശമാവുകയും കുട്ടിയെ പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റണം എന്ന് അവിടെ നിന്നും അറിയിക്കുകയും ചെയ്തു. അതിനെ തുടർന്നാണ് ഇവർ അവിടെ നിന്നും പോയത്, മെഡിക്കൽ കോളേജിലേക്ക് പോയത്. പക്ഷേ പാതി വഴിയാകുമ്പോഴേക്ക് തന്നെ കുട്ടി മരിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ബന്ധുക്കൾ, അച്ഛൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്, അമ്മയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്, പറയുന്നത് കൃത്യസമയത്ത് ചികിത്സ നൽകിയിരുന്നുവെങ്കിൽ കുഞ്ഞിലെ അനയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. ഇവർ തൃശ്ശൂർ സ്വദേശികളാണ്. കുറച്ചു കാലങ്ങളായി, വർഷങ്ങളായി ഇപ്പോൾ താമരശ്ശേരിയിലാണ് താമസിക്കുന്നത്. ഈ വിഷയത്തിൽ ആശുപത്രി പനിയായി വന്നു എന്നുള്ളത് സാധാരണഗതിയിൽ നാട്ടിൽ അങ്ങനെ പനി ബാധിച്ച് കുട്ടികൾ വരാറുണ്ട്. പക്ഷേ കുട്ടികളുടെ ആരോഗ്യസ്ഥിതി മോശമാകുന്ന ഘട്ടം എത്തിയപ്പോഴും ഡോക്ടർമാരോടും നഴ്സുമാരോടും ഒക്കെ വിവരം പറഞ്ഞിട്ടും അവർ വേണ്ടത്ര ഗൗരവത്തിൽ ഇത് എടുത്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ പരാതി ഇവർ ഉന്നയിക്കുന്നത്. ഇവർ ഈ വിഷയത്തിൽ ഔദ്യോഗികമായി തന്നെ ആരോഗ്യ വകുപ്പിന് ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. കുട്ടി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മോർച്ചറിയിലാണ്. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് അല്പസമയത്തിനു വിട്ടു നൽകുകയും ചെയ്യും.